ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്താലോ. ഈ ഒരൊറ്റ A4 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കാൻ നമുക്ക് ഒരൊറ്റ A4 ഷീറ്റും പിന്നെ 2-3 സ്കെച്ച് പെന്നും ഒരു ഗ്ലൂവും പിന്നെ ഒരു സിസറും മാത്രം ഉണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അത് സ്ക്വയറാക്കി കട്ട് ചെയ്യുക. പിന്നെ അതിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുണ്ടാക്കാൻ നമുക്ക് കുറേ A4 ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ A4 ഷീറ്റ് കൊണ്ട് നമുക്ക് കാര്യം സിമ്പിളാക്കി എടുക്കാം. അപ്പം ഞാൻ എന്താ ഉണ്ടാക്കുകയെന്ന് പറയാൻ മറന്നുപോയി. ഒരു സിമ്പിൾ ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള ഓർഗനൈസറോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കണില്ല. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈ ഒരു ഭാഗമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഇത് എത്ര സെറ്റ് ചെയ്തിട്ടും അങ്ങോട്ട് റെഡി ആവണില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം അങ്ങോട്ട് വരുന്നില്ല. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കി, എന്നിട്ടും മനസ്സിലാവണില്ല. പിന്നെ അത് രണ്ടാമത് പിന്നെയും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് നോക്കി. എന്നിട്ടും ഞാൻ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് വന്നില്ലെങ്കിലും ഏകദേശം നമുക്കൊന്ന് അത് സെറ്റാക്കി ഇടുക. നമ്മളെ മെയിൻ പരിപാടി എന്താണ്, ഡിസൈൻ ചെയ്യൽ. അപ്പോൾ അതിനായിട്ടുള്ള പരിപാടികൾ ഇനി നോക്കാം. ഞാനൊരു പേസ്റ്റൽ ഷെയ്ഡൊക്കെ പിടിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനത്തെ കളേഴ്സൊന്നും എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാനൊരു ഫ്ലോറിസെൻ്റ് റോസ് കളറുമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗം ഹാർട്ട് ഷേപ്പ് വരയ്ക്കൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഇതിൽ കാണുന്ന പോലെ ഒന്നല്ല, ഇതിപ്പോൾ സ്പീഡാക്കിയപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. പക്ഷേ ഈ ഒരു ഭാഗം കുറച്ചുകൂടി ടാസ്ക് ആയിരുന്നു കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ടൈം എടുത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കളറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഹോൾഡർ പോലെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടോ റിബണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി വെക്കാം. ഇങ്ങനത്തെ ഗിഫ്റ്റ് ബോക്സൊക്കെ നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യലായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും.